ദിവസം ഒരു യുവ ഡോക്ടറുടെ മരണം എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു. ഹോസ്റ്റൽ മുറിയിൽ തന്നെ കുറ്റിയിട്ട മുറിയിൽ തന്നെയായിരുന്നു മരണം സംഭവിച്ചത്. എന്താണ് സംഭവമെന്ന് അറിയാൻ വേണ്ടി എത്തിയവരൊക്കെ തന്നെയും ഈ വാർത്ത കണ്ട് ഞെട്ടുകയായിരുന്നു. ചേപ്പുങ്കൽ മാർസ്ലീവ മെഡിസിറ്റിയിലെ നെഫ്രോളജി വിഭാഗം ഡോക്ടറായിട്ടുള്ള ഷേബ റേച്ചൽ എന്ന ലക്ഷ്മി ആർ പണിക്കർ 34 വയസ്സുകാരി ജീവനൊടുക്കിയ സംഭവത്തിൽ ആശുപത്രി അധികൃതർക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ആ പെൺകുട്ടിയുടെ ഭർത്താവ് സുബിൻ പി വർഗീസ് എത്തിയിരിക്കുകയാണ്. വിശ്രമമില്ലാത്ത ജോലിഭാരവും വകുപ്പ് മേധാവിയുടെ കടുംപിടുത്തവുമാണ് ഷേബയുടെ മരണത്തിന് കാരണമായതെന്ന് സുബിൻ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ ആരോപിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ബുധനാഴ്ച 24 മണിക്കൂർ നീണ്ട ഡ്യൂട്ടി കഴിഞ്ഞെത്തിയ ഷേബയോട് വീണ്ടും ഡ്യൂട്ടിക്ക് കയറാൻ HOD നിർബന്ധിച്ചുവെന്ന് സുബിൻ പറയുന്നു. ശാരീരികമായി അത്രമേൽ തളർന്നിട്ടും വീട്ടിലേക്ക് വരാൻ അനുവാദം നൽകിയില്ല. ഒന്ന് വിശ്രമിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലും അവിടെ നിന്ന് തന്നെ സോപ്പും തോർത്തും ഉപയോഗിച്ച് കുളിച്ച് വീണ്ടും ഡ്യൂട്ടിക്ക് കയറുകയായിരുന്നു ചെയ്തത്. ഈ ജോലി എനിക്ക് വയ്യ എന്ന് സങ്കടത്തോടെ അവൾ എന്നോട് പറയുകയും ചെയ്തിരുന്നുവെന്നും അതിനുശേഷം മണിക്കൂറുകൾ കഴിഞ്ഞ് കേൾക്കുന്നത് അവളുടെ മരണവാർത്തയാണ് എന്നതും ഇപ്പോൾ ഭർത്താവ് സുബിൻ ആരോപിക്കുന്നു. പത്തനംതിട്ടയിൽ ഒരു മാറ്റത്തിന് വേണ്ടി ഷേബ ഒരുപാട് ശ്രമിച്ചതായും ഭർത്താവിനൊപ്പം ഇരിക്കാൻ അവൾ അത്രമേൽ കൊതിച്ചിരുന്നതായും കുറിപ്പിലുണ്ട്. ശനിയാഴ്ച രാത്രി വീഡിയോ കോളിൽ സംസാരിക്കുമ്പോൾ പോലും ജോലിയുടെ കഷ്ടപ്പാടുകൾ അവൾ എണ്ണി പങ്കുവച്ചിരുന്നു. എന്നാൽ ഞായറാഴ്ച രാവിലെ ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് ഹോസ്റ്റലിലെ സിസ്റ്ററിനെ വിളിച്ചു പരിശോധിച്ചപ്പോഴാണ് ഷേബയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ച ഷേബ സെർവിക്കൽ ക്യാൻസർ പ്രതിരോധ കുത്തിവയ്പ് എടുത്തിരുന്നു. വാക്സിൻ എടുത്ത ശേഷമുണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥതകളൊപ്പം അമിതമായ ജോലിഭാരവും മാനസിക സമ്മർദ്ദവും ചേർന്നപ്പോൾ അത് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. ബുധനാഴ്ച ആ ഡ്യൂട്ടി കഴിഞ്ഞ് അവളെ വീട്ടിൽ കൊണ്ടുവരാൻ അനുവദിച്ചിരുന്നെങ്കിൽ ഇന്നവൾ എൻ്റെ കൂടെ ഉണ്ടായേനെ. സുബിൻ്റെ വാക്കുകളാണിത്. ആരോഗ്യ പ്രവർത്തകർ നേരിടുന്ന കടുത്ത സമ്മർദ്ദമാണ് ഈ കാണുന്നതിലൂടെ മനസ്സിലാക്കുന്നത്. അമിതമായ ജോലിഭാരം ഒരു മനുഷ്യനെ എത്രത്തോളം തകർക്കുന്നതിൻ്റെ തെളിവാണ് എന്ന നഷ്ടമാണ് സുബിൻ പറയുന്നത്. സംഭവത്തിൽ ഡോക്ടർമാരുടെ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രികളിലെ ഡോക്ടർമാർ അനുഭവിക്കുന്ന തൊഴിൽ പീഡനങ്ങളെക്കുറിച്ചും തന്നെയാണ് ഇതിൽ വ്യക്തമാക്കുന്നത്. വിശദമായ അന്വേഷണം വേണമെന്ന ആവശ്യവും ശക്തമാണ്. പത്തനംതിട്ട കുമ്പഴ സ്വദേശിയായ ഷേബയുടെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിലാണ് സഹപ്രവർത്തകരും കുടുംബവും. ഭർത്താവിൻ്റെ പോസ്റ്റ് ചൂണ്ടിക്കാണിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. പല നഴ്സുമാർക്കും പല ഡോക്ടർമാർക്കും ആശുപത്രി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഇത് ഊഹിക്കാൻ പറ്റുന്നതാണ് എന്നും ആ പെൺകുട്ടിയുടെ മരണം ഇതുകൊണ്ടാണ് എങ്കിൽ അതിന് അടിയന്തരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നും എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ 6 വർഷമായി തന്നെ എനിക്ക് വേണ്ടി മാത്രം ജീവിച്ചവളാണ്. എനിക്ക് സന്തോഷത്തിൻ്റെ നിഴലായി കൂടെ നിന്നവളാണ്. ഇന്ന് അവൾ ഓർമ്മയായി മാറുന്നത് എനിക്ക് സഹിക്കാൻ പോലും പറ്റുന്നില്ല. ഈ ഒരൊറ്റ വാക്കുപോലും പറയാതെ എന്നെ തനിച്ചാക്കി അവൾ യാത്രയായിട്ടുണ്ടെങ്കിൽ അവൾക്ക് അത്രമേൽ വിഷമത്തിലൂടെയാണ് അവൾ കടന്നുപോയതെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സത്യാവസ്ഥ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് ഇപ്പോൾ ആ യുവ ഡോക്ടറുടെ ഭർത്താവിൻ്റെ അപേക്ഷ.